ഞാനിപ്പോൾ കോടതിയുടെ ഈ പരാമർശത്തെ സംബന്ധിച്ച് നേരിട്ട് വിധി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന വരി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് സുചിന്തിതമായ സുവ്യക്തമായ ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ, ചില കൗതുകങ്ങൾ ഇന്നത്തെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിന്റെ ഇത്തരം പ്രതികരണങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ രൂപീകരണവും അതിന് കോടതിയുടെ മേൽനോട്ടവും അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തലുകൾക്ക് കോടതി നൽകിയ അംഗീകാരവും ഒക്കെ ഇതേപോലെ തന്നെ വിവിധ മൊഴിപ്പകർപ്പുകളായി പ്രതികരണങ്ങളായി നമ്മളുടെ മുമ്പിലുണ്ട്. ആ കോടതിയുടെ പ്രതികരണങ്ങളെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും SITയുടെ അന്വേഷണം സമ്പൂർണ്ണമാംവിധം ഫലപ്രദമാണ്, ആ ഫലപ്രദമായ അന്വേഷണ രീതിയെ, അതിന്റെ മുന്നേറ്റത്തെ കോടതി തന്നെ അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശ്ലാഘിക്കുമാറ് സ്വഭാവത്തോടു കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയെ കൂടിയിട്ട് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രതികരണം എന്ന നിലയിലല്ല. SITയുടെ അന്വേഷണത്തോട് കോടതി നമ്മളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം നടത്തിയ പ്രതികരണങ്ങൾ വഴിയാണ്. ഇന്നിപ്പോൾ അതിൽ നിന്ന് ഘടകവിരുദ്ധമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചില ആളുകളുടെ പേര് പരാമർശിച്ചുകൊണ്ട് അങ്ങ് തന്നെ സൂചിപ്പിച്ച ഈ വിജയകുമാർ, അതേപോലെ തന്നെ ശങ്കർദാസ്, ഇത്തരത്തിലുള്ള ആളുകളുടെ പേര് പരാമർശിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇവരുടെ അറസ്റ്റിന് വൈകുന്നു എന്നതിനെ സംബന്ധിച്ചും, പിന്നെ അന്വേഷണം മന്ദഗതിയിലാണോ എന്നുള്ള സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ കോടതിയുടെ പരാമർശമായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു SITയുടെ അന്വേഷണത്തെ സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ച് ഇന്ന് കോടതി ചേർന്നിരുന്നില്ല. ഇന്ന് ഈ കേസിനെ സംബന്ധിച്ച് പുതുതായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്ന് SITയുടെ അന്വേഷണത്തോടും അല്ലെങ്കിൽ ആ അന്വേഷണത്തോട് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന മെല്ലപ്പോക്കിനെ സംബന്ധിച്ചും SIT അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആദിമധ്യാന്തം ഇപ്പോൾ വരെ നമ്മളുടെ മുമ്പിൽ അതിന് നേതൃത്വം നൽകുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഇതിനെ സംബന്ധിച്ച് അതൃപ്തി അല്ലെങ്കിൽ ഇതെന്തെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി ഇതുവരെ എന്റെയോ ഞാൻ മനസ്സിലാക്കുന്നു ഈ നിയമവ്യവഹാരത്തെ അന്വേഷണം ഫലപ്രദമല്ല എന്നാണ് കോടതിയുടെ ഇന്നത്തെ വിലയിരുത്തൽ. അന്വേഷണം ഫലപ്രദമല്ല എന്ന വാചകത്തെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് അങ്ങ് മനസ്സിലാക്കുന്നത് എന്താണ്? SITയുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് തന്നെയാണോ ഇന്ന് ആ പരാമർശം നടത്തിയിട്ടുള്ളത്? അതോ ഈ തരം ആളുകളുടെ ജാമ്യാപേക്ഷ പരിശോധിച്ച മറ്റൊരു ബെഞ്ചിന്റെ പരാമർശമാണോ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്? എന്റെ മുമ്പിൽ ലഭ്യമായ ലീഗൽ ഡോക്യുമെന്റുകളിൽ ഞാൻ മനസ്സിലാക്കുന്നു പേജ് നമ്പർ 5. അല്ല, ഹൈക്കോടതിയിലെ ഒരു ബെഞ്ചിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ മാത്രമേ ഞങ്ങൾ വിലക്കെടുക്കൂ, ബാക്കിയുള്ള പരാമർശങ്ങൾ വേറെ എവിടുന്നോ വരുന്ന പരാമർശങ്ങൾ അതിന് അത്ര വില കൊടുക്കേണ്ടതില്ല എന്നതാണോ അങ്ങ് പറയുന്നതിന്റെ അർത്ഥം? ഇപ്പോൾ അന്വേഷണത്തിൽ സംശയമുണ്ട് എന്ന് ഹൈക്കോടതി പറയുകയാണ്. അങ്ങിപ്പോൾ ഇത് പറയുമ്പോൾ അപ്പുറത്ത് ED അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ED അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വരുന്നു. EDക്ക് എല്ലാ രേഖകളും കൊടുക്കൂ എന്ന് കീഴ്ക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 അന്വേഷണം സമാന്തരമായി പോകുന്ന ദിവസം കൂടിയാണ്. തീർച്ചയായിട്ടും ED അന്വേഷണത്തെ സംബന്ധിച്ചുള്ള അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അങ്ങ് ചോദിച്ചു, എന്റെ പ്രതികരണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അങ്ങ് ചോദിച്ചു, അത് ശരി, അപ്പൊ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് അന്വേഷണ സംഘത്തെ കുറിച്ച് പറയുന്നത് മാത്രമേ നിങ്ങൾ സ്വീകരിക്കുകയുള്ളൂ, മൈ കേസിലെ പ്രതികളുടെ മറ്റൊരു ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് മറ്റൊരു ബെഞ്ച് പറഞ്ഞ ഈ പ്രതികരണങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുകയില്ലേ? അങ്ങനെയില്ല, അങ്ങനെയല്ല ഞങ്ങളുടെ നിലപാട്. അതായത് ഈ കേസിലെ പ്രധാന അമ്പലം വിഴുങ്ങിയായിട്ടുള്ള പോറ്റിയെ 10 ജൻപതിലും സോണിയാഗാന്ധിയുടെ കയ്യിൽ മറ്റു ചില സാധനങ്ങൾ കെട്ടിക്കൊടുക്കാനും അടൂർ പ്രകാശ് മുതൽ ആന്റോ ആന്റണി വരെ കൊണ്ടു നടന്നപ്പോൾ അത് മാത്രം മോശം, ഈ സംഘത്തിന്റെ സമയത്തുണ്ടായത് മാത്രമല്ല നല്ലത്, അങ്ങനെയുള്ള അഭിപ്രായമില്ല. അത് 10 ജൻപതിൽ പോയി സോണിയാഗാന്ധിയെ കണ്ട് കൊള്ള നടത്തിയാലും അതോടൊപ്പം തന്നെ അതിനുശേഷം മറ്റേതെങ്കിലും അങ്ങ് UDFന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഏറ്റെടുക്കുന്നുവോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് ഏറ്റെടുക്കാൻ പറ്റിയ പര്യാപ്തമായ ആളുകൾ ഈ പാനലിരിക്കുന്നത്. അല്ല, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചാർത്തി തരാം, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ചോദ്യത്തിന് ഉത്തരം തന്ന വലിയ ഉപകാരം. തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അക്കമിട്ട് പറഞ്ഞല്ലോ. ED അന്വേഷണം, ഈ രണ്ടാമത് ഇന്ന് പ്രതികരണം നടത്തിയ ബെഞ്ചിനോടുള്ള ഞങ്ങളുടെ സമീപനം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് ചോദിക്കുന്നു കടകംപള്ളിയുമായി നിൽക്കുന്ന ചിത്രമോ എന്നുള്ളത്. അത് ചോദിക്കാൻ അല്പം കൂടെ ആധികാരികതയുള്ളയാൾ നമ്മുടെ പാനലിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന് വലിപ്പം പോരാ എന്നുള്ളത് കൊണ്ടാണോ അങ്ങ് ചോദിച്ചത്? എനിക്കറിയില്ല. ജയ്ക്ക് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഈ സർക്കാരിനെതിരെയാണ് വന്നിരിക്കുന്നത്. സർക്കാരിന്റെ SIT അന്വേഷണത്തെയാണ് കോടതി വിമർശിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണ സംഘം അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകാത്ത വിധത്തിലാണോ എന്ന് കോടതി സംശയം പ്രകടിപ്പിക്കുന്ന ദിവസമാണ്. അങ്ങേക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ഈ ഘട്ടത്തിൽ കരുതുന്നത്? ഈ ആരോപണങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞ ശേഷം പോരെ?
അയ്യോ, ഞാൻ അങ്ങനെ കാര്യമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും സവിനയം അങ്ങയോട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങ് ചോദിച്ച പ്രസക്തമായ എന്റെ മറുപടിയെ തുടർന്ന് അങ്ങ് ചോദിച്ച പ്രസക്തമായ 3 ചോദ്യങ്ങൾക്കും അക്കമിട്ടുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഞാൻ രാഷ്ട്രീയ ആരോപണത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങ് എന്റെ ഈ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് SITക്ക് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അല്ല ഇന്ന് ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്. മറ്റൊരു ബെയിലിൽ താൽക്കാലികമായി വിധി പറഞ്ഞ ഒരു പുതിയ ഹൈക്കോടതി ബെഞ്ചാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത് എന്ന് എന്റെ അഭിപ്രായം കേട്ടപ്പോൾ പറയുകയാണ്. ഒരു ബെഞ്ച് പറയുന്നത് നല്ലതും മറ്റൊരു ബെഞ്ച് പറയുന്നത് മോശവും, അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ആശ്വാസകരമായ കാര്യമാണോ? അപ്പോൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന് മറുപടി പറയുകയല്ലേ. അങ്ങ് എന്തിനാണ് ഇത്ര അസഹിഷ്ണുതയുള്ളതായി മാറുന്നത്? ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ വളരെ സമാധാനത്തോടു കൂടെ ഇല്ലെങ്കിൽ അത്രയും നല്ലത്. ഞാൻ വളരെ സമാധാനത്തോടു കൂടെ അങ്ങയുടെ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് വന്നത്. അപ്പോൾ ഒരു ബെഞ്ച് മോശം മറ്റേ ബെഞ്ച് നല്ലതെന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി കയറിയത് നല്ലതും അപ്പുറത്തെ സ്ഥലത്ത് പോറ്റി കയറിയത് മോശവും എന്നുള്ള കോൺഗ്രസ് സമീപനം ഞങ്ങൾക്കില്ല. കുമാര സഹോദരന്മാർ ശബരിമലയിൽ നിന്ന് 1.5 കോടി കട്ടത് മോശവും ഈ സമയത്ത് പോറ്റ് ചെയ്തത് നല്ലതും അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. രണ്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഈ ഹൈക്കോടതി പരാമർശത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ നിയമത്തിൽ അതിപാണ്ഡിത്യമുള്ള ഒരാളല്ല. പക്ഷെ പരിമിതികളോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നു SIT മേൽനോട്ടത്തിന് നേതൃത്വം നൽകുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് ബെഞ്ച് ഈ അന്വേഷണ സംഘത്തെ ആകെ നിരീക്ഷിച്ചുകൊണ്ടും കണ്ടെത്തലുകളോട് സമയക്രമം പാലിച്ച് പ്രതികരിച്ചുകൊണ്ടും അവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ആ കേസിൽ ഒരു ബെഞ്ചിന്റെ മേൽനോട്ടത്തിന് കീഴിലുള്ള കേസിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് മറ്റൊരു ബെഞ്ച് വിധിപ്രസ്താവത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് അനുചിതമാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പാണ്ഡിത്യമുള്ളവരുടെ പ്രതികരണങ്ങൾ. പാണ്ഡിത്യമുള്ളവരുടെ തീരുമാനമനുസരിച്ചായിരുന്നോ നേരത്തെ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുത്തിരുന്നത്? പാരഡി ഗാനം വല്ലാത്ത രീതിയിൽ മതനിന്ദയാണ്, മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന നിലപാട് ഇന്ന് വേണ്ടെന്ന് വെച്ചല്ലോ. അങ്ങ് ഈ കാര്യത്തിൽ വീണ്ടും എനിക്കൊരു സംശയം തോന്നുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല എന്ന് അങ്ങേക്ക് തോന്നുന്നതുകൊണ്ടാണോ അങ്ങ് ഇത് പറയുമ്പോൾ നേരെ ഉത്തരത്തിന് പകരം പരിഹാസം എന്നുള്ള നിങ്ങളുടെ രീതി എത്രത്തോളം തിരിച്ചടിയായിട്ടുണ്ട് എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഞാൻ അടുത്ത പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ TK രാജഗോപാൽ, പിന്നെ കണ്ടുനോക്കിയാൽ മതി പരിഹാസമാണോ മറുപടിയാണോ വന്നത്? ഇത്രയും വൈകിയത് എന്താ? ഈ അന്വേഷണം ഡിസംബർ 8-ന് ശേഷം എന്തുകൊണ്ട് വൈകി എന്ന കോടതിയുടെ ചോദ്യം ഉത്തരത്തിന് അർഹമല്ലാത്ത ചോദ്യമാണ് എന്നങ്ങ് കരുതുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുന്നു, ആരുടെ വാദമാണ് പരിഹാസ്യം? അല്ലെ, അത് തന്നെ ആവർത്തിക്കണ്ടല്ലോ. ഏതായാലും കോടതി ഹൈക്കോടതി നിന്ന് പരാമർശം ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഡിസംബർ 8-ന് ശേഷം അന്വേഷണം മുടന്തുകയാണ് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇതുവരെ മേലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞിട്ടില്ല. അങ്ങ് വിധിപ്പകർപ്പെടുത്ത് വായിച്ചു നോക്കാം. ഈ SITക്ക് മേൽനോട്ടം വഹിക്കുന്ന കോടതി ഇതിനെ സംബന്ധിച്ച് ഒരു വാക്കൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതി പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കോടതി പല ഡിവിഷൻ ബെഞ്ചും ഉണ്ട്. SITക്ക് മേൽനോട്ടം ആരാണ്? SITക്ക് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് വല്ലതും പറഞ്ഞോ? അതോടെ പറ. അതിന്റെ അർത്ഥം എന്താണ്? SITക്ക് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് വല്ലതും പറഞ്ഞോ? അതായത് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ഡിവിഷൻ ബെഞ്ച് വല്ലതും പറഞ്ഞോ? ബെഞ്ച് പറഞ്ഞാലേ കാര്യമുള്ളൂ, വേറെ എന്ത് ബെഞ്ച് പറഞ്ഞാലും കാര്യമില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നതാണോ? അങ്ങനെ പറഞ്ഞാൽ മതി. നിയോഗിച്ചതല്ല, അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച്. അങ്ങനെ വേണം പറയാൻ. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച്. എന്തായാലും ഡിസംബർ 8-ന് ശേഷം എന്താണ് മുടങ്ങിയതിന് ഉത്തരം പറയൂ. അന്വേഷണം മുടങ്ങിയതിന് ഉത്തരം പറയൂ. അതിനുശേഷം എന്താണ് അനങ്ങാതിരുന്നത്? ഇത്രയും ദിവസം എന്താണ് അന്വേഷണം മുടങ്ങിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട. അന്വേഷണം മുടന്തിയോ അതോ വേഗത്തിൽ ഓടിയോ, അന്വേഷണം ക്രമത്തിലാണോ അതോ തെറ്റായ നിലയിലാണോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനാണ്. അവര് പറയട്ടെ. അന്നേരം ഞങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള എന്റെ പ്രതികരണം ഞാൻ അന്നേരം പറയാം. ശരി, അപ്പോൾ അത് ശരി, ദേവസ്വം ബെഞ്ച് പറഞ്ഞാലേ ഉള്ളൂ മറുപടി. അതാണ് ഈ ഇന്നത്തെ മറുപടി. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.